നമുക്ക് കുറച്ച് ദുബായ് ടോക്സ് ആയാലോ. ഞാനിങ്ങനെ ഓഫീസിൽ പൊക്കോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പഴയ കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കിയത്. അപ്പം നിങ്ങളോട് ദുബായെ പറ്റി 2 വാക്ക് പറയാമെന്ന് ഓർത്തു. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 2 വാക്കല്ല, ഒരു കഥ തന്നെ നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ വീഡിയോസും പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം. പാവപ്പെട്ടവൻ്റെ പടച്ചൻ തന്നെയാണ് ഈ ദുബായ്. ശരിയാണ്, എനിക്കും എൻ്റെ പടച്ചൻ തന്നെയാണ് ദുബായ്. ഞാൻ ഈ ദുബായിലോട്ട് എത്തുന്നത് വലിയൊരു ആലോചനയും വലിയൊരു കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ദുബായ് യാത്രയ്ക്ക് തിരിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ UAE വന്നിട്ട് കറക്റ്റ് 2.5 വർഷമായി. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഞാൻ UAE വന്നിട്ട് ഒരു ജോബൊക്കെ കിട്ടി സെക്കൻഡ് മന്ത് തൊട്ടേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് കരുതിയതാണ് ദുബായിയെ പറ്റിയിട്ട്. പക്ഷെ അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവാതെ ഒന്നും ആരോട് ഷെയർ ചെയ്യാത്തതാണ് കുറച്ച് ബെറ്റർ എന്ന്. അതുകൊണ്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. ഇപ്പം കറക്റ്റ് ടൈം ആയല്ലോ, ഇനി നിങ്ങളോട് എനിക്കെല്ലാം ധൈര്യമായിട്ട് പറയാമല്ലോ, ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഒരു വിശ്വാസം വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനി എൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം. ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ആഗ്രഹമാണ് ദുബായിലൊന്ന് പോയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കെട്ടിയനെ കൂട്ടി ദുബായിലോട്ട് വന്നു. ദുബായ് വന്നപ്പോഴല്ലേ ദുബായിലെ ചൂടും ദുബായിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ തലയ്ക്ക് വട്ടായത്. ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണ്, ചൂടൊരു ഇഷ്യൂ ആണ്, പൈസ ഒരു ഇഷ്യൂ ആണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പിന്നെ ജോലി കണ്ടുപിടിക്കണം. നമ്മളാകെ ഒരു 1 മന്ത് വിസിറ്റിലാണ് ഇവിടെ ദുബായിൽ ലാൻഡ് ചെയ്തത്. ജോലി എങ്ങനെ കണ്ടുപിടിക്കും, എവിടുന്ന് തുടങ്ങും, എങ്ങനെ എൻക്വയറി ചെയ്യും, 100 ചോദ്യങ്ങൾ. റിലേറ്റീവ്സ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ ആരും ഇല്ലാത്തൊരവസ്ഥ. ഹെൽപ്പ് ചെയ്യാൻ പോലും ആരും ഇവിടെ ഇല്ലായിരുന്നു. ഒരു റെഫറൻസിന് പോലും, നമ്മളെ ഇന്നൊരു കമ്പനിലോട്ട് റെഫർ ചെയ്യാൻ പോലും എനിക്കൊരു ഫ്രണ്ട്സും ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഫുൾ ബ്ലാങ്കായിട്ട് ദുബായിൽ വന്നു. ഓരോ വഴി കൂടെ നടന്നു പോകുമ്പോഴും ഓരോരുത്തരടുത്ത് ചോദിക്കും, ഇവിടെ വേക്കൻസി ഉണ്ടോ, എൻ്റെ CV ഒന്ന് കൊടുക്കാമോ. പല കമ്പനീസ് കയറി ഇറങ്ങി CV ഡ്രോപ്പ് ചെയ്തു. CV ഡ്രോപ്പ് ചെയ്യുന്നതല്ലാതെ നമുക്കൊരു കോളോ ഒന്നും വരുന്നില്ല. അപ്പോഴാണ് ചിലവർ എന്നോട് പറഞ്ഞത്, ജസ്റ്റ് ലിങ്ക്ഡിനിൽ നിങ്ങളെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യൂ, നോക്കറിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യൂ, ഡുബിസിൽ നിങ്ങൾ ജോബ് നോക്കൂ. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു തന്നു. ഈ ബുർജ് ഖലീഫ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ കാര്യം. ഇത് കാണാനൊരു ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. സത്യം പറയാമല്ലോ, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്തായാലും ഉറപ്പായിട്ടും കിട്ടും, അത് ഗ്യാരൻറ്റിയാണ്. പക്ഷെ ആ ജോലിയിലൊക്കെ എത്താൻ വേണ്ടി നിങ്ങൾ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടേണ്ടത്, കുറച്ചധികം കഷ്ടപ്പെടണം. പിന്നെ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സോ നല്ല ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറാം. അപ്പം എൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, നിക്ക് എൻ്റെ കഥ ഇനി അടുത്ത വീഡിയോ പറയാം.